ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ ദീപ്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേദ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ദീപ്തി വേദ പറയുന്നതൊന്നും ഉൾക്കൊള്ളുന്നില്ല. ദീപ്തി വേദയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് വിക്രമേട്ടനെ ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാവും വിക്രമേട്ടൻ അത് ചെയ്തില്ല എന്ന് ചേച്ചി പറയുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. പുറമെയുള്ള എല്ലാവരും, പിന്നെ അവരുടെ പാർട്ടിയിലുള്ളവർ പോലും വിക്രമേട്ടനാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഞാനിത് വിശ്വസിക്കാണ്ടിരിക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ദീപ്തിയോട് നമ്മുടെ വേദ പറയുന്നുണ്ട്, നീ ശ്രീയേട്ടൻ പറയുന്നത് കേൾക്കരുത്, ശ്രീയേട്ടനൊക്കെ ഇതിലൊരു പങ്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ദീപ്തി ഉൾക്കൊള്ളുന്നില്ല. ദീപ്തി വേദ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ റൂമിൽ നിന്ന് വെളിയിൽ പോവാണ് കേട്ടോ. അതേപോലെ തന്നെ മാഷിൻ്റെ വീട്ടിലാണെങ്കിൽ വിശ്വത്തിനെ കാലത്ത് ശ്രീജ ഇരിക്കുകയാണ് കേട്ടോ. വിശ്വം രാവിലെ പോയതാണ്. വാസവൻ്റെ ആളുകൾ വന്ന് അവിടെ എല്ലാം ആകെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണ് കേട്ടോ പോയത്. എല്ലാം തല്ലി പൊളിച്ചിട്ടിട്ടാണ് പോയത്. വിശ്വമാണെങ്കിൽ രാവിലെ തന്നെ ശ്രീനി സാറിനെ കാണാൻ വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ കൂട്ടുകാരൊത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ശ്രീജ വരുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, വിശ്വട്ട് ഇത്ര നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയും, ഞാൻ ഇങ്ങനെ ശ്രീനി സാറിൻ്റെ അടുത്തായിരുന്നു എന്നൊക്കെ പറയാണ്. പിന്നെ വിശ്വം എല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലുമ്പോൾ മാഷും കമലൊക്കെ വരും. അപ്പോൾ ചോദിക്കും, വിക്രത്തിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് വിശ്വത്തിനോട് ചോദിക്കുമ്പോൾ വിശ്വം പറയും, ഒരു വിവരവും ഇല്ല, ശ്രീനി സാറിനെ പോലും അവൻ ഇതുവരെയായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കമലത്തിന് ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ആവണം. അപ്പോൾ കമലത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാഷ് പറയുന്നുണ്ട്, കമല നീ സമാധാനമായിട്ടിരിക്കും, നമ്മുടെ മോൻ ഒരു അബദ്ധം വരില്ല, നമ്മുടെ മോൻ തിരിച്ചു വരുമ്പോൾ ഒരു പോറൽ പോലും ഏക്കാണ്ടെന്നൊക്കെ മാഷ് കമലത്തിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മാഷിനൊരു ഫോൺ വരികയാണ്. മാഷ് ഫോണെടുത്ത് ഹലോ എന്ന് പറയുമ്പോൾ അങ്ങനെ മാഷാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയാം കേട്ടോ. അപ്പോൾ കമലത്തിനോട് പോയി കിടന്നോളാൻ പറയാണ്. ആ സമയത്ത് നമ്മുടെ SI സാബു ആണ് കേട്ടോ വിളിക്കുന്നത്. സാബു വിളിച്ചിട്ട് പറയണം, നാളെ നിങ്ങളും നിങ്ങളുടെ മക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ, ബാക്കിയുള്ള മക്കൾ ഒളിവിൽ പോയോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം മാഷ് പറയണ്ട, എൻ്റെ മക്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ അവരെന്തിനാ ഒളിവിൽ പോവുക എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ മക്കളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ 3 പേരും കൂടി നാളെ രാവിലെ 10 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ എത്തണം എന്ന് പറയാം കേട്ടോ. ഇനി സ്റ്റേഷനിൽ വരാണ്ടെങ്ങാനും ഇരുന്നാൽ ഞാനങ്ങോട്ട് വരും, അവിടെ പെണ്ണുങ്ങളൊക്കെ താമസിക്കുന്നതാണെന്ന് ഓർമ്മ വേണം, ഇവിടെ വന്ന് ഞാൻ ആകെ ഇളക്കി മറിക്കും എന്നൊക്കെ സാബ് പറയാണ് കേട്ടോ. അപ്പോൾ മാഷി പറയുന്നുണ്ട്, ഞാൻ വരാം എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ മക്കൾ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. വിശ്വവും ചോദിക്കും. അപ്പോൾ പറയും, ഇങ്ങനെ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ വിശ്വത്തിനോട് ശ്രീജ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് സമാധാനം ആയതായിരുന്നു, പക്ഷെ അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വിക്രമത്തിനൊരു പോറൽ പോലും വയ്ക്കാണ്ട് വരുമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല വിശ്വേട്ടാന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വേദയാണെങ്കിൽ ഈശ ഡോക്ടറെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ഈശ ഡോക്ടർ വേദേനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ വേദ മടിച്ച് ഫോൺ എടുക്കും, ഈ നമ്പർ പരിചയമില്ലല്ലോ. അപ്പോൾ ഈശ ഫോൺ എടുത്തിട്ട് പറയും, ഇതെൻ്റെ നമ്പറാടി, ഇതിവിടെ ഉപയോഗിക്കാതിരുന്നതാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിക്രത്തിന് ഈ ഫോൺ കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ വേദയും വിക്രമും തമ്മിലുള്ള കുറേ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ പ്രണയ രംഗങ്ങളൊക്കെ അവർ ഫോണിലൂടെ അങ്ങനെ പരസ്പരം കൈമാറുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, രണ്ട് പ്രേമിക്കുന്ന കാമിതാക്കൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്നിട്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷയം കിട്ടാത്തതുകൊണ്ട് അവർ പിന്നെയും ഇങ്ങനെ കുറേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടെന്നൊക്കെ പറയണത്. അങ്ങനെ പ്രേമിക്കുന്നവർ തമ്മിലാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ റോള് നമുക്ക് പറ്റില്ല, നമുക്ക് തല്ല് കൂടിയിട്ടുള്ള റോളാണ് നല്ലതെന്നൊക്കെ വേദയോട് വിക്രം ഇങ്ങനെ പറയാണ് കേട്ടോ. എന്തായാലും അവരുടെ കുറേ പ്രണയ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്. അപ്പോൾ നാളെ നമ്മുടെ മാഷിൻ്റെ കുടുംബം സ്റ്റേഷനിലേക്കാണ് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താവും എന്നുള്ളത്.